നമസ്കാരം. ഡോക്ടർ അരുൺ കുമാർ എന്ന റിപ്പോർട്ട് ടിവിയുടെ മുഖത്തിനെതിരെ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖ ജേർണലിസ്റ്റ് ഒന്നിനെതിരെ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. അതും ഒന്നാം പ്രതിയായി. ഡോക്ടർ അരുൺകുമാർ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ശ്രീ നികേഷ് കുമാറൊക്കെ വലിയൊരു ലെഗസി ഉണ്ടാക്കി. അതിനുശേഷം ഡോക്ടർ അരുൺകുമാറാണ് റിപ്പോർട്ടർ ചാനലിനെ ക്യാരി ചെയ്തത്. അതോടൊപ്പം പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ശ്രീമതി സ്മൃതി പരുത്തിക്കാട്ട്, ശ്രീമതി സുജയ. പക്ഷേ ഇപ്പോൾ അരുണിനെ കൊടുക്കാൻ കൂടി നോക്കുകയാണ് ചില ആൾക്കാർ. അരുണും ഞാനും തമ്മിൽ ഒരു കാര്യത്തിൽ യോജിപ്പില്ല. ഞാനും അരുണും കൂടി ഒരു ചർച്ചയ്ക്ക് ഇരുന്നാൽ അരുണിൻ്റെ പേര് അരുണെന്നും എൻ്റെ പേര് രാഹുൽ എന്നും അല്ലാതെ ഒരു കാര്യത്തിൽ ഞങ്ങൾ യോജിക്കില്ല. പുള്ളി ഒരു ലെഫ്റ്റ് ലിബറലാണ്, ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവാണ്. പുള്ളി ലിബറലാണ്, ഞാൻ പാരമ്പര്യവാദിയാണ്. പക്ഷേ ഈ കാണിക്കുന്ന അന്യായത്തിന് അരുണിനോടൊപ്പം നമ്മൾ ശക്തമായി നിൽക്കണം. നിങ്ങളൊരു പക്ഷേ ചില ആൾക്കാരെന്നോട് ചോദിക്കുമായിരിക്കും, മാധ്യമപ്രവർത്തകർ തിരിച്ച് നമ്മളോട് നിൽക്കുമോ? അത് നമ്മൾ നോക്കണ്ട. നമ്മൾ പുരുഷന്മാർ, ഈ നാട്ടിലെ സ്ത്രീകൾ, ഈ നാട്ടിലെ കുടുംബ വ്യവസ്ഥയിൽ നിൽക്കുന്നവരെല്ലാം അരുണിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളണം. പറയുന്നത് 3 ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് പോക്സോ ചുമത്തിയിരിക്കുന്നതെന്നാണ്. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ദി സെക്ഷൽ ഒഫൻസസ് എന്നാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, അരുൺകുമാർ അടക്കമുള്ള ആൾക്കാർ നേരെ യുവജനോത്സവ വേദികളിൽ പോയി പരമാവധി നമ്മുടെ കലാകാരന്മാരെയും കലാകാരികളെയും പ്രൊമോട്ട് ചെയ്യുന്നു. കുട്ടികളുടെ മുഖം പരമാവധി TV കൊടുക്കുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ലേ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. സംഭവം എന്ന് പറഞ്ഞാൽ ഒപ്പനയിൽ ഒരു കുട്ടി, നല്ല അഴകുള്ള നല്ലൊരു കുട്ടി, ആ കുട്ടിയെ വളരെ പോസിറ്റീവായി അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു റിപ്പോർട്ടർക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ വാവ് തോന്നുന്നു, ഒരു പ്രണയാർദ്രമായി തോന്നുന്നു എന്നൊക്കെ തികച്ചും തമാശ പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ പറയില്ലേ, ഇന്നസെൻ്റ് ആയിട്ട് ടീസ് ചെയ്തുകൊണ്ട്, ഷാബാസ് എന്നാണെന്ന് തോന്നുന്നു, ഒരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് വെച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ കൊളീഗ് ഷാബാസ് കൂടെയാണ്. മൂന്നാമത്തെ ഒരാളെ ഉണ്ട്, പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എന്നിട്ട് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഏജൻസി അടക്കം അരുണിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് സെക്ഷൻ 11-12 ബേസിലാണ്. ഈ സെക്ഷൻ യഥാർത്ഥത്തിൽ റിലേറ്റ് ചെയ്യുന്നത് എനി പാർട്ട് ഓഫ് ദി ബോഡി ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്. ഇതിന് വെച്ചിട്ടാണ്. എന്ത് തരം ഭ്രാന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാവർക്കും എതിരെ. എന്നിട്ട് എനിക്ക് ഏറ്റവും വിഷമം, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൂടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അരുണിനെതിരെയുള്ള ഈ പരാതി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാര്യം ചാനലുകൾക്ക് അവരുടേതായ കിടമത്സരം കാണും, പക്ഷേ നമ്മൾ പൊതുജനങ്ങൾക്കതില്ല. അരുണിനെ എന്നും ഞാൻ എതിർക്കും, ഇന്നും നാളെ മറ്റന്നാൾ എതിർക്കും. നിങ്ങൾ പലരും കണ്ടു കാണും, ഇന്നലെ മിനിഞ്ഞാന്ന് കൂടുന്ന ഞാൻ അരുണിനോട് അടികൂടിയതാണ്, നാളെ അടികൂടും. പക്ഷേ അടികൂടുമ്പോൾ അരുണിനെ അപമാനിക്കാനും അപഹസിക്കാനും വേണ്ടി നാളെ വേറൊരാൾ, കണ്ടില്ലേ നീ പോക്സോയിലെ പ്രതിയല്ലേടാ, നീ കുട്ടികളെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ പ്രതിയല്ലേടാ എന്ന് പറയും. എന്തൊരു അന്യായമാണ്. അരുണിൻ്റെ വീട്ടിൽ ഭാര്യ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അരുണിൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതല്ലേ? നാളെ അരുണിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവനോട് ദേഷ്യമുള്ള, അരുണിൻ്റെ കുട്ടിയോട് ദേഷ്യമുള്ള ഒരാൾ, കണ്ടോ നിൻ്റെ അച്ഛനെ കുട്ടികളെ പീഡിപ്പിച്ചതിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയില്ലേ? ഈ നാട്ടിൽ ഈ കാണുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇത് നാളെ ആർക്കെതിരെ ഉണ്ടാകാം, നിങ്ങൾക്കെതിരെ ഉണ്ടാകാം, എനിക്കെതിരെ ഉണ്ടാകാം. എനിക്കെതിരെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഡോക്ടർ അരുൺകുമാറിന് പൂർണ്ണമായിട്ട് അഭിവാദ്യം. എന്നെ ചിലർ വിളിച്ചു പറഞ്ഞു അരുൺകുമാറിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരമാണെന്ന്. ഒരിക്കലുമല്ല. അരുൺകുമാറിനെ എന്താ പറയണേ, കണ്ടീഷൻസ് ഇല്ലാതെ പിന്തുണയ്ക്കാൻ, നിരുപാധികമായി പിന്തുണയ്ക്കാനുള്ള ഒരു അവസരമാണ്. അതിശക്തമായി ഡോക്ടർ അരുൺകുമാറിനെ സപ്പോർട്ട് ചെയ്യണം. കേരള മാധ്യമ രംഗത്തെ അഭിമാനമാണ് അരുൺകുമാർ. അരുൺകുമാറിൻ്റെ എല്ലാ നിലപാടിനോടും എനിക്ക് യോജിപ്പാണ്. ഇന്നലെ ഇന്ന് നാളെയൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ ആ വ്യക്തിയെ കരിവാരി തേക്കുന്നതിനെതിരെ അതിശക്തമായി നമ്മുടെ കേരള സമൂഹം പിന്തുണയ്ക്കണം. ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇനി അരുണിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയെന്ന് എന്നിരിക്കട്ടെ, ബാലാവകാശ കമ്മീഷൻ ഒരു ശാസന കൊടുത്താൽ മതി. ഇനി മേലാൽ ഇങ്ങനെ പറയരുത്, അരുൺ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ. ഈ പോക്സോ പോലുള്ള ഗൗരവമുള്ള കേസിൽ പിടിച്ചിടുമ്പോൾ നമ്മുടെ നിയമത്തെ അപമാനിക്കലാണ്, നിയമത്തെ യഥാർത്ഥത്തിൽ കൊഞ്ഞനം കുത്തുകയാണ്. അതുകൊണ്ട് ഡോക്ടർ അരുൺകുമാറിന് പൂർണ്ണമായ പിന്തുണ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മുസ്ലിം ആകാം, ഹിന്ദു ആകാം, ക്രിസ്ത്യാനി ആകാം, കോൺഗ്രസ് ആകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, BJP-കാരനാകാം, അതെല്ലാം മറന്ന് ഒരു പുരുഷൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ ഡോക്ടർ അരുൺകുമാറിനെ പിന്തുണയ്ക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.